പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെയും നന്മയെയും ഒന്ന് ഓർമ്മിക്കുവാനും നടത്തിയ വിധങ്ങളെ ഓർത്താൽ നന്ദി ഏകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളെ ഓർത്താൽ കർത്താവിനോട് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ യേശു കർത്താവിനോട് നന്ദി പറഞ്ഞ് നമ്മളെ നടത്തിയ, തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ കൃപയ്ക്ക്, സ്നേഹത്തിന്, കരുണയ്ക്ക് കർത്താവിനോട് നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കർത്താവിനോട് കൃതജ്ഞതയോടെ, നന്ദിയോടെ, സ്നേഹത്തോടെ, പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി മത്തായി സുവിശേഷം അതിൻ്റെ 15-ാമത്തെ അധ്യായം 25, 26, 27 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. എന്നാൽ അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവെ, നായ്ക്കളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ സമയം മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇതൊരു വ്യത്യസ്തമായ ഭാഗമാണ്. കനാന്യ സ്ത്രീ എന്നൊരു ഭാഗത്ത് കാണാം, സൊറഫോഗ്യക്കാരി സ്ത്രീ എന്ന് കാണാം, മർക്കോസ് പറയുന്ന ഗ്രീക്കുകാരി എന്നാണ് പറയുന്നത്. യേശുവിൻ്റെ അടുത്ത് പാലസ്തീന് പുറത്തുനിന്ന്, യഹൂദന്മാരുടെ ആ ഒരു സർക്കിളിന്റെ പുറത്തുനിന്ന്, ശബരിക്കാരി സ്ത്രീയെ കുറിച്ച് കാണാം. അതല്ലാതെ പുറത്തുനിന്ന്, പുറം ജാതി, വിജാതീയ സ്ത്രീ വന്നിട്ട് കർത്താവിനോട് സൗഖ്യം ആവശ്യപ്പെടുന്നതാണ് ഇവിടുത്തെ പശ്ചാത്തലം. കനാന്യ സ്ത്രീ എന്നും സൊറഫോഗ്യ എന്ന് പറയുന്ന സ്ഥലത്തെ സ്ത്രീ എന്നും, പിന്നെ ചിലയിടങ്ങളിൽ കാണുന്നത് ഗ്രീക്കുകാരി എന്ന് മർക്കോസ് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഒരു പുറത്തുനിന്നൊരു സ്ത്രീ വന്ന് തൻ്റെ മകൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് യേശു കർത്താവിനോട് പറയുകയാണ്. അപ്പൊ വിരോധാഭാസമായിട്ട് തോന്നാവുന്നൊരു കാര്യമുണ്ട്. യേശു കർത്താവിന്റെ അടുത്ത് വരുന്ന എല്ലാവരും സൗഖ്യമായിട്ടുണ്ട്. ഒരാൾ പോലും സൗഖ്യമാകാതെ പോയിട്ടില്ല. അടുത്തേക്ക് വന്ന ആരും സൗഖ്യമാകാതെ പോയിട്ടില്ല. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടിരുന്ന 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ സൗഖ്യമായി ആക്കപ്പെട്ടു. കുരുടനെ അങ്ങോട്ട് ചെന്ന് തൊട്ട് സൗഖ്യമാക്കി. കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തി. ലാസറെ പുറത്തുവായി എന്ന് പറഞ്ഞ് മരിച്ചു നാറ്റം വെച്ച് 4 ദിനമായവനെ പുറത്തു കൊണ്ടുവന്നു. എല്ലായിടത്തും യേശു കർത്താവിന്റെ അടുത്ത് വന്നവർ സൗഖ്യമാവുകയും, സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു 38 വർഷമായി കുളത്തിന്റെ കരയിൽ കിടന്നവനെ സൗഖ്യമാക്കി കിടക്കിയെടുത്ത് നടപ്പിച്ചു. ഇവിടെ ഒരു സ്ത്രീ, ആ സ്ത്രീ കനാന്യക്കാരി സ്ത്രീ എന്നോ സൊറഫോഗ്യക്കാരി സ്ത്രീ എന്നോ, എന്തായാലും വിജാതീയ സ്ത്രീയാണ്, യഹൂദ ഗോത്രത്തിന് പാലസ്തീന് പുറത്താണ് എന്നറിയപ്പെടാം. അപ്പൊ ഈ സ്ത്രീ വന്ന് യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, സൗഖ്യം വേണം, എൻ്റെ മകൾക്ക് സൗഖ്യം വേണം. അപ്പൊ സൗഖ്യം തരാമെന്നോ നിനക്ക് വിശ്വാസമുണ്ടോന്നോ ഇതൊന്നുമല്ല ചോദിക്കുന്നേ. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു നാണം കെടുത്തി വിടുന്ന, നിന്റെ സൗഖ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്നത് പോലെ ഒരു അവസ്ഥ. ചോദിക്കുന്ന മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് വിഹിതമോ? നന്നല്ല. അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വരുന്നയാളോട്, നമ്മുടെ ഒരു വീട്ടുടയവനായിട്ട് നിൽക്കുന്നെങ്കിൽ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ, ഒരു പുറത്തുനിന്ന ആളാണെന്ന് ഒറ്റ കാരണത്താൽ ഇത് എൻ്റെ മക്കൾക്ക് വേണ്ടി ഇവിടെ കരുതി വെച്ചതാ, പുറത്തുള്ള നായ്ക്കൾക്ക് കൊടുക്കാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയെ നായ എന്ന് വിളിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ ഈ സ്ത്രീ ഒരു ചലനമില്ലാതെ, ചഞ്ചലതയില്ലാതെ, ലജ്ജ കൂടാതെ, ആ വാക്ക് എങ്ങനെ, ലജ്ജ കൂടാതെ മുട്ടുകൊണ്ടെന്നൊരു വാക്കുണ്ട് സ്നേഹിതന് അപ്പം കൊടുക്കുന്നത്. ലജ്ജ കൂടാതെ യേശു കർത്താവിന്റെ അടുത്തൊരു മറുപടി തിരിച്ചു പറയുക, നായ്ക്കുട്ടികളും യജമാനന്റെ മേശപ്പുറത്തെ അപ്പം, മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പം തിന്നുന്നുണ്ടല്ലോ, അത് തിന്നാൻ അവർ അർഹരാണല്ലോ. യേശു തിരിച്ചൊരു മറുപടി പറയുക, സ്ത്രീയെ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കുന്നു, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കുന്നു. ഇസ്രയേലിൽ കൂടെ ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇത് പറയുമ്പോൾ 2 വസ്തുതകൾ അതിനകത്തുണ്ട്. ഒന്ന്, യേശു കർത്താവ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ യേശു കർത്താവ് വന്നത് സ്വന്തമായവർക്ക് വേണ്ടിയാ.
സ്വന്തമായവരോ അവരെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് രക്ഷ ജാതികൾക്കായി. 1. 2, യേശു കർത്താവിന്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ വരുന്നവനെ തള്ളിക്കളയുകയില്ല. വിശ്വാസത്തിന്റെ ആഴമൊന്ന് വെളിപ്പെടുത്താൻ ആ വാക്ക്. അതുകൊണ്ടാണ് യേശു ആവർത്തിച്ചു പറയുന്നത്, ഇസ്രയേലിൽ കൂടി ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല, നിന്റെ ഇഷ്ടം പോലെ, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. കുഞ്ഞെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ നാം യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ടവനല്ല. അബ്രഹാമിൽ നിന്ന് ജനിച്ച് എബ്രായ പാരമ്പര്യം നമുക്കില്ല, യഹൂദ പശ്ചാത്തലം നമുക്കില്ല. പക്ഷേ നമ്മൾ ഈ പ്രഭാതത്തിൽ യേശു കർത്താവിന്റെ, ഇന്ന് വചനം കേൾക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ ഒരു കാരണമുണ്ട്. ആ കാരണമെന്ന് പറയുന്നത്, യേശുവിന്റെ അടുക്കിലേക്ക് വരുവാനുള്ള കാരണമെന്ന് പറയുന്നത് അത് വിശ്വാസം മാത്രമാ ബേസ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവകാശം കൊടുത്തു. വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യ യഹൂദനും പിന്നെ അവനും, വിശ്വസിക്കുന്ന ഏവർക്കും, തന്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. ആ വാക്ക് പ്രസക്തമാണ്, അന്വർത്ഥമാണ്. വിശ്വസിക്കുന്ന, ഇതിന്റെ ആധാരം വിശ്വാസമാണ്. കുഞ്ഞെ, ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്ന നിന്നെ കൈവിടാത്ത ഒരിടമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ പോർഷൻ ഒരു പ്രത്യേകമായ അർത്ഥമായി ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കനാന്യ സ്ത്രീ അല്ലെങ്കിൽ സുറഫോഗ്യക്കാരി സ്ത്രീ എന്ന് പ്രത്യേകം പറയുന്നത്. ഇതിന്റെ അവസാനത്തെ ഭാഗം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഇസ്രയേൽ കൂടി ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ സമയം മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. നിന്റെ വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് വാ. ഒരു സൗഖ്യം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, ഒരു വിടുതൽ, ഒരു സൗഖ്യം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ വരുന്ന കുഞ്ഞെ, നിനക്ക് വേണ്ടി കർത്താവ് ഒരു സൗഖ്യം കൽപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിശ്വാസത്തോടെ അടുക്കിലേക്ക് വരാം. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. നിന്റെ വിശ്വാസം വലിയത്. ഇഷ്ടം പോലെ, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ആ മാത്രയും സൗഖ്യം വന്നു. ദൈവകരത്തിലേക്ക് വിശ്വാസത്തോടെ അടുത്തു വരാം. കർത്താവിന്റെ കരം കൂടിയിരിക്കട്ടെ. തൃക്കരകൾ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ജനത്തെ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കനാന്യ സ്ത്രീക്ക് യഹോവയുടെ സൗഖ്യം കൽപ്പിച്ചതുപോലെ, ദൈവിക സൗഖ്യം കൽപ്പിച്ചതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യം, യേശു കർത്താവിന്റെ സൗഖ്യം അറിയുവാൻ ദൈവം ഇടയാക്കുന്നതിനായി നന്ദി. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തില് കർത്താവെ, ജനത്തെ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവമഹത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.